ജനങ്ങൾ നിർദ്ദേശം പാലിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. വെള്ളമിറങ്ങുമെന്ന പ്രതീക്ഷയിൽ പലരും വീട് വിട്ട് പോരാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. വെള്ളം ഇനിയും കയറിയാൽ ജോലി ഇരട്ടിയാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിങ്കി ബോട്ട് ഉപയോഗിച്ചാണ് ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പല കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് പെട്ടുപോയ ചിലരൊക്കെ ഉണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കക്കോടി ഭാഗത്തൊക്കെ ഡിങ്കി ബോട്ട് എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടാണിത്. ഇതിനകത്ത് ആളുകളെ കയറ്റിക്കൊണ്ടുവന്ന് പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാനാവുന്നുണ്ട്. വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ഭാഗത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്കിപ്പം ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൂടി ചേരുകയാണ്. ഇപ്പോൾ ഒരാളെയാണ് ഈ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇനി ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം? ഇവിടെ ഇനിയും കുറച്ചുകൂടി ആളുകൾ ഒഴിഞ്ഞ് പോരാണ്ട്. വീടുകളിലൊക്കെ അവർ ഇപ്പം വെള്ളം ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ തങ്ങി നിൽക്കുകയാണ്. ഇനി അവർ ഇറങ്ങി വെള്ളം കയറി നിൽക്കുകയാണെങ്കിൽ അവരെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുപോലെ അപ്പുറത്ത് ഒരാൾ കൂടി കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വീടിൻ്റെ ടെറസിന് മുകളിലാണ് അയാൾ കയറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ നേരത്തെ പോയപ്പം പോരാൻ കൂട്ടാക്കിയില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം, വണ്ടി വരണം, ഇത് കയറ്റി പോകാൻ. ഇവിടുന്ന് ഒരു വയോധികരായിട്ടുള്ള ദമ്പതികളെയാണ് ആദ്യം റെസ്ക്യൂ ചെയ്തത്. അതെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 പേരെ. 1.5 ദിവസമായിട്ട് അവർ ആ വീടിനകത്ത് തന്നെ കുടുങ്ങിനകത്ത് തന്നെ ഉണ്ട്. അവരെ മകനും ഉണ്ട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ധൈര്യത്തിലാണ് അവർ നിന്നിട്ടുണ്ടാവുക. മഴക്കാലമാണ്, അതുകൊണ്ട് ഫയർഫോഴ്സിന് അധികം ജോലിയുള്ള സമയം കൂടിയാണ്. അതെ ഇതിൽ കൂടുതൽ ആളുകളും അവരെ വീട് വിട്ട് പോരാൻ വേണ്ടി പെട്ടെന്ന് തയ്യാറാവില്ല. അതാണ് നമ്മൾക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം. നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പം തന്നെ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ആ വഴിയിൽ വീടുകളിലൊക്കെ 1-2 ആളുകളുണ്ട്. അവർ വെള്ളം ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെ അവിടെ നിൽക്കുകയാണ്. കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതിനോട് ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറ്റാടിപ്പുഴ അതുപോലെ ഈ ഭാഗത്ത് പൂഞ്ഞൂർ പുഴയിലൊക്കെ വെള്ളം ഉയർന്നിരിക്കുന്നത്. അതാണ് ഈ ഭാഗത്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. കക്കയം ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വെള്ളം ഡയറക്റ്റായിട്ട് വരില്ല, പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളം പെട്ടെന്ന് പോയാലൊക്കെ ഒഴിഞ്ഞു പോകാത്തൊരു സ്ഥിതി വരും. ഇത് മഴ ഇനിയും പെയ്യുകയാണെങ്കിൽ ഇതേ ലെവലിൽ തന്നെ പിന്നെയും കുറച്ച് ദിവസം കൂടി വെള്ളം നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ഈ വരാത്ത ആൾക്കാരൊക്കെ ഇനി നമ്മൾ പോയിട്ട് പിന്നെയും രണ്ടാമത് പിന്നെയും ഈ പണി തന്നെ എടുക്കേണ്ടി വരും, റെസ്ക്യൂ. ഓരോ ഇടങ്ങളിൽ നിന്ന് വെളി വരുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഈ ഡിങ്കി ബോട്ടുമായി അവർ പോവുകയാണ്. അങ്ങനെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമാണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.